അസാധാരണമാം വിധത്തിലുള്ള ആത്മസംഘർഷങ്ങളുടെ ഭാരവുമായിട്ടാണ് അന്ന് ആ ചെറുപ്പക്കാരൻ തന്റെ ഹോട്ടൽ മുറിയിൽ പ്രാർത്ഥിക്കാനിരുന്നത്. തൊട്ടടുത്ത കിടക്കയിൽ അവന്റെ അച്ഛൻ ശാന്തമായി ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. വിധിയുടെ അനിശ്ചിതത്വവുമായി അവൻ പോരാടുകയായിരുന്നു. ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലായിരുന്നു അവൻ. ഒന്നു മാത്രമേ അറിയേണ്ടിയിരുന്നുള്ളൂ, ഒന്നു മാത്രമേ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. കണ്ണീരോടെ, ഏറ്റവും എളിമയോടെ അവൻ ദൈവത്തോട് ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്. എനിക്ക് ഒരു ഉത്തരം വേണം. ക്രിസ്തു മതമോ ഇസ്ലാം മതമോ ഏതാണ് സത്യമെന്ന് അറിയണം. അതിൻ്റെ ഉത്തരം ദർശനമായോ സ്വപ്നമായോ എനിക്ക് കിട്ടണം. ഒരു ആത്മാവിൻ്റെ ഗതി കിട്ടാത്ത വിലാപമായിരുന്നു അത്. ആ നിമിഷം മുറിയിൽ അവശേഷിച്ചിരുന്ന വെളിച്ചം കൂടി അണഞ്ഞു. മുറി പൂർണ്ണമായും ഇരുട്ട് നിറഞ്ഞു. അവൻ അമ്പരന്നു മുറിയുടെ ചുറ്റും നോക്കി. പെട്ടെന്ന് അവന് അഭിമുഖമായുള്ള ഭിത്തിയിൽ ഒരു കുരിശ് പ്രത്യക്ഷപ്പെട്ടു. തൊട്ടടുത്ത നിമിഷം അവൻ തിരിച്ചറിഞ്ഞു, ഒരു കുരിശല്ല, 100 കുരിശുകൾ. അവൻ ശരിക്കും തളർന്നുപോയി. ഇത്രയും വലിയൊരു അടയാളമോ? കണ്ണടച്ചു തുറക്കുന്ന നിമിഷത്തിൽ ആ ദർശനം മാഞ്ഞുപോയി. എന്നാൽ താൻ കണ്ടത് സത്യമാണോ എന്ന് വിശ്വസിക്കുവാൻ അവൻ അപ്പോഴും തയ്യാറായില്ല. പകരം ഒരു ദൈവവുമായി ഒരു ചൂതാട്ടത്തിന് അവൻ തയ്യാറാവുകയായിരുന്നു. ദൈവത്തോട് അടയാളങ്ങൾ ചോദിച്ച് വാങ്ങുന്നവനായി അവൻ മാറുകയായിരുന്നു. ദൈവമേ, അത് യഥാർത്ഥമാണോ അതോ എൻ്റെ തോന്നലാണോ? അതുകൊണ്ട് നീ എനിക്ക് ഒരു സ്വപ്നം തരൂ. ഞാൻ കാണുന്ന സ്വപ്നം ഈ ദർശനത്തെ സ്ഥിരീകരിക്കുന്നതാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാകും. പിന്നീട് എന്ത് സംഭവിച്ചു? അവന് സ്വപ്നത്തിലൂടെ മറുപടി കിട്ടിയോ? ഈ സംഭവ വിവരണത്തിലെ കഥാപാത്രം ആരായിരുന്നു? അത്ഭുത മാനസാന്തരങ്ങൾ. ക്രിസ്തുവിലേക്ക് അടുക്കുവാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ ഓരോരുത്തരും ഓരോ വഴികളും കണ്ടെത്തും. നബീൽ ഖുറൈഷി എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയായിരുന്നു. കാലിഫോർണിയയിൽ 1983 US പൗരനായിട്ടായിരുന്നു നബീൽ ഖുറൈഷി ജനിച്ചത്. പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു മാതാപിതാക്കൾ. താൻ കണ്ടിട്ടുള്ളതിൽ വച്ചേറ്റവും സമർപ്പിതരായ മുസ്ലിങ്ങൾ എന്നാണ് മാതാപിതാക്കളെ കുറിച്ച് ഖുറൈഷി എഴുതിയിരിക്കുന്നത്. നാവികസേനയിലെ ഉദ്യോഗസ്ഥനായിരുന്നു പിതാവ്. അതുകൊണ്ട് ജോലി സംബന്ധമായി പല രാജ്യങ്ങളും സന്ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നതിന് മുൻപ് തന്നെ നബീൽ പഠിച്ചത് ഉറുദുവും അറബിയുമായിരുന്നു. 5 വയസ്സായപ്പോഴേക്കും മുഴുവൻ ഖുറാനും അറബിയിൽ വായിക്കുവാൻ മാത്രം അവൻ പ്രാവീണ്യം നേടിക്കഴിഞ്ഞിരുന്നു. മാത്രവുമല്ല, പല അധ്യായങ്ങളും മനഃപ്പാഠവുമായിരുന്നു. മുസ്ലിം മതവിശ്വാസങ്ങളോട് ഇത്രയധികം പ്രതിപത്തി പുലർത്തിയ മതഗ്രന്ഥം മനഃപ്പാഠമാക്കിയ മറ്റൊരു കുട്ടിയും അക്കാലത്ത് അവരുടെ പരിസരങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവനെ ഉദാഹരിച്ചുകൊണ്ടായിരുന്നു തങ്ങളുടെ മക്കളോട് സംസാരിക്കാറുണ്ടായിരുന്നത്. മാതൃകാ വിദ്യാർത്ഥിയും മാതൃകാ മകനുമൊക്കെയായി നബീൽ വളരുകയായിരുന്നു. ഓരോ ദിവസവും തന്റെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉറക്കമുണർന്ന പ്രഭാതങ്ങൾ. ഉണർന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥനകൾ. 5 ദൈനംദിന പ്രാർത്ഥനകളിൽ ആദ്യത്തേതായ സ്വലാത്ത്, അതിനുശേഷം ഖുറാൻ പാരായണം, ആചാരപരമായ കഴുകൽ സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥന വുദു, ഖുറാൻ പാരായണത്തിന് മുമ്പുള്ള പ്രാർത്ഥനകൾ, ഫജ്ർ എന്നിങ്ങനെ പോകുന്നു. നിരവധി പ്രാർത്ഥനകളിലൂടെയായിരുന്നു നബീലിന്റെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിന് ശേഷവും, ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴുമെല്ലാം പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാത്ത ചെറുപ്പക്കാരൻ. എത്രയോ ആത്മാർത്ഥതയാണ് സ്വന്തം മതവിശ്വാസങ്ങളോടും നിഷ്ഠകളോടും അദ്ദേഹം പുലർത്തിയിരുന്നത് എന്ന് നോക്കൂ. ഒരുപക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അവിശ്വസനീയവും അസാധാരണവുമായിരിക്കും. കാരണം അത്രമേൽ പ്രാർത്ഥിക്കുന്ന ചെറുപ്പക്കാരെ നാം കണ്ടുമുട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് സാധാരണ ലൗകിക ജീവിതം നയിക്കുന്നവർക്കിടയിൽ തീവ്രമായ ഇസ്ലാം മത വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു നബീൽ എന്നാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. ചെറുപ്പം മുതൽക്കേ ക്രൈസ്തവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്നിട്ടും എത്രയോ പേർക്ക് ക്രിസ്തീയ പ്രാർത്ഥനകളിൽ മതിപ്പും വിശ്വാസവും ഉണ്ട് എന്നുകൂടി ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇസ്ലാം മത വിശ്വാസത്തെക്കുറിച്ച് നബീൽ പറയുന്നത്, ഇസ്ലാം തന്നെ സംബന്ധിച്ചിടത്തോളം കേവലം മതം മാത്രമായിരുന്നില്ല, എൻ്റെ ജീവിതത്തിന്റെ മുഴുവൻ ഘടനയും അതുതന്നെയായിരുന്നു എന്നാണ്. ഒരു യുവാവ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന്റെ അടിത്തറ പാകിയത് ഇസ്ലാം മതമായിരുന്നു എന്നാണ് നബീൽ വിശ്വസിച്ചത്. അന്ധമായി ഒന്നിനെയും വിശ്വസിക്കരുത് എന്നായിരുന്നു മാതാപിതാക്കൾ അവനെ പഠിപ്പിച്ചിരുന്നത്. യുക്തിയിലും തെളിവിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിശ്വാസാധിഷ്ഠിതമായ ജീവിതമായിരുന്നു നബീലിൻ്റെത്. തന്റെ ജീവിതത്തിന്റെ ചട്ടക്കൂടും രൂപരേഖയുമായിരുന്ന ഇസ്ലാം മതത്തെ അത്രമേൽ വിശ്വസിച്ച ചെറുപ്പക്കാരനാണ് പിന്നീട് തന്റെ അതുവരെയുള്ള ബോധ്യങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ക്രിസ്തുമതത്തെ ആശ്ലേഷിച്ചത്. ഇസ്ലാമിക ജീവിതത്തിന്റെ മിന്നാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് ക്രിസ്തു വിളിച്ചപ്പോൾ
ആ വിളിക്ക് കാത് കൊടുക്കാതിരിക്കുവാൻ നബീലിന് സാധിക്കുമായിരുന്നില്ല എന്നതാണ് വാസ്തവം. 2001 ഓഗസ്റ്റിലാണ് നബീലിന്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായ ഒരു കണ്ടുമുട്ടൽ സംഭവിച്ചത്. ക്രൈസ്തവനും വിശ്വാസിയുമായ ഡേവിഡ് വുഡ് എന്ന ചെറുപ്പക്കാരനുമായുള്ള കണ്ടുമുട്ടലായിരുന്നു അത്. ചില കൂട്ടുകെട്ടുകളും കണ്ടുമുട്ടലുകളും നമ്മുടെ ജീവിതത്തെ തിരുത്തി എഴുതുവാൻ സഹായിക്കുന്നവയാണ് എന്നുകൂടി ഓർമ്മിക്കുക. ആ കണ്ടുമുട്ടലാണ് നബീലിന്റെ ജീവിതത്തിൽ അതിശയകരമായ പരിവർത്തനത്തിന് കാരണമായി പിന്നീട് മാറിയത്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയും ഞാനൊരു മുസ്ലിമും ആയിരുന്നുവെങ്കിലും പൊതുവായ ധാർമ്മികത ഞങ്ങളെ സുഹൃത്തുക്കളാക്കി എന്നതാണ് തങ്ങളുടെ സൗഹൃദ ബന്ധത്തെക്കുറിച്ച് നബീൽ വിവരിച്ചിരിക്കുന്നത്. ഇരുവരും തങ്ങളുടെ മതങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മതങ്ങൾക്കപ്പുറമായ സൗഹൃദവും സ്നേഹവും പുലർത്തിപ്പോന്നു. ഒരു ദിവസം നബീൽ കണ്ടത് ഡേവിഡ് പരിശുദ്ധ ബൈബിൾ വായിക്കുന്നതാണ്. ഈ കാഴ്ച നബീലിനെ അതിശയപ്പെടുത്തി. കാരണം അദ്ദേഹം ദിവസവും ഖുർആൻ വായിക്കുന്ന ആളായിരുന്നുവെങ്കിലും എല്ലാ ദിവസവും പരിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ, അതും തനിക്ക് സമപ്രായക്കാരനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒഴിവു സമയങ്ങളിലും പരിശുദ്ധ ബൈബിൾ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന അതിശയത്തിലേക്ക് ഡേവിഡുമായുള്ള സൗഹൃദം വഴിത്തിരിഞ്ഞ ഒരു നാൾ അയാൾക്ക് പരിശുദ്ധ ബൈബിളിനെ കുറിച്ച് എന്തുമാത്രം അറിയാൻ എന്ന് പരീക്ഷിക്കുവാൻ നബീൽ തീരുമാനിച്ചു. ഇരുവരും തമ്മിൽ മതപരമായ വാദപ്രതിവാദങ്ങൾ ആരംഭിച്ചു. പക്ഷേ അതൊരിക്കലും അവരെ ശത്രുക്കളല്ല, മിത്രങ്ങളാക്കി തീർക്കുകയാണ് ചെയ്തത്. നീണ്ടുനിന്ന ചർച്ചകളിലൂടെ ഇസ്ലാമിന്റെയും ക്രിസ്തു മതത്തിന്റെയും ചരിത്രപരമായ അവകാശവാദങ്ങളെക്കുറിച്ച് നബീൽ ഡേവിഡുമായി ചർച്ച ചെയ്യുകയും അതിന്റെ ഫലമായി നബീൽ അതേക്കുറിച്ച് കൂടുതൽ ഗൗരവതരമായി പഠനം ആരംഭിക്കുകയും ചെയ്തു. ക്രിസ്തു മതത്തെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്തോറും നബീൽ വലിയ മാനസിക സംഘർഷത്തിലായി. യേശുക്രിസ്തുവിന്റെ ജീവിതം, കുരിശുമരണം, ഉയിർപ്പ് എന്നിവയെക്കുറിച്ചുള്ള ചരിത്ര രേഖകൾ പഠിച്ചതോടെ തന്റെ കുടുംബത്തെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ആദി അദ്ദേഹത്തെ പിടികൂടി. കാരണം താൻ ഇന്നുവരെ മനസ്സിലാക്കിയതൊന്നുമല്ല സത്യമെന്ന് അദ്ദേഹം ഗ്രഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ കുടുംബത്തെ ഉപേക്ഷിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. താൻ വളർന്നു വന്ന മതത്തെയും അദ്ദേഹം സ്നേഹിച്ചിരുന്നു. പക്ഷേ സത്യത്തെ അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തിരുന്നു. ക്രിസ്തു എന്ന സത്യത്തെ, ക്രിസ്തു എന്ന രക്ഷയെ വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്തോറും ക്രിസ്തു എന്ന സത്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ വളരുകയായിരുന്നു. താൻ ക്രിസ്തുമതം സ്വീകരിച്ചേക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ടും ദൈവത്തോട് അടയാളം ചോദിക്കുന്ന മനുഷ്യനായിരുന്നു നബീൽ. തുടക്കത്തിൽ നാം കണ്ടുവല്ലോ, ഒരു ദർശനത്തിന്റെ പേരിൽ ദൈവത്തോട് തർക്കത്തിന് നിലനിൽക്കുന്ന നബീൽ ഖുറേഷിയെ. സ്വപ്നം പറയുമ്പോഴും അവന്റെ മനസ്സിൽ കരുതിയത് ഒരു സ്വപ്നവും തനിക്കായി നിദ്രയിൽ കാത്തു നിൽക്കില്ല എന്ന് തന്നെയായിരുന്നു. ആ സ്വപ്നം അവന് ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ പേരിൽ അവന് ക്രിസ്തുവിൽ നിന്ന് അകന്ന് ജീവിക്കാമായിരുന്നു. പക്ഷേ അവന്റെ വാക്കുകൾ ദൈവം ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്തു. താൻ കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് നബീൽ എഴുതിയിരിക്കുന്ന വരികൾ ഇങ്ങനെയാണ്: ഒരു പൂന്തോട്ടം, ചുവപ്പും കറുപ്പും വരകളുള്ള ഉഗ്ര വിഷമുള്ള ഒരു പാമ്പ് അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് പൂന്തോട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അവർക്ക് അതിനെ കാണുവാൻ കഴിയുമായിരുന്നില്ല. അത് അകലെ ആയിട്ടായിരുന്നു കിടന്നിരുന്നത്. കുന്നുകളും പച്ചപ്പുല്ലും മരങ്ങളും നിറഞ്ഞ ഉദ്യാനം പോലെയുള്ള ആ പ്രദേശത്ത് വ്യാളി പോലെയുള്ള ഒരു ഇഗ്വാന, അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന വലിയ ഒരിനം സസ്യബുക്കായ പല്ലി അവിടെ ഉണ്ടായിരുന്നു. അത് നിശ്ചലമായി കിടക്കുകയായിരുന്നു. അതിലെ നടക്കുന്ന ആർക്കും അതൊരു ഇഗ്വാനയാണെന്ന് അറിയില്ലായിരുന്നു. തന്നെ ആരും അറിയാതെ പോകുന്നതിൽ ഇഗ്വാന സന്തോഷിച്ചു. അപ്പോഴാണ് വലിയൊരു ആൺകുട്ടി ആ വഴിയെ വന്നത്. അവന് ഇഗ്വാനയെ മനസ്സിലായി. ഇഗ്വാനയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അതിനെ ചവിട്ടി. ഇഗ്വാനയ്ക്ക് ദേഷ്യം വന്നു. അത് വളർന്ന കുട്ടിയെ കടിക്കുവാൻ പോയി. അവന്റെ കയ്യിൽ ഒരു വലിയ ചീവീട് ഉണ്ടായിരുന്നു. അത് ഇഗ്വാനയെ പോരാട്ടത്തിന് വിളിച്ചു. ഇഗ്വാന വെല്ലുവിളി സ്വീകരിച്ചു. ഉടനെ ഇഗ്വാന എന്റെ നേരെ തിരിയുകയും എന്റെ നേരെ ചാടി എന്നെ കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു. ഇഗ്വാന എന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ അവൻ തിരികെ വന്ന് ഇഗ്വാനയുടെ തലയർത്തു മാറ്റി. ഈ സ്വപ്നത്തെ നബീൽ വ്യാഖ്യാനിച്ചത് ഇപ്രകാരമായിരുന്നു: പൂന്തോട്ടം ലോകമാണ്, മറഞ്ഞിരിക്കുന്ന പാമ്പ് ദുഷ്ടതയുടെ പ്രതീകമാണ്, ഒരുപക്ഷെ തന്റെ ഉള്ളിൽ തന്നെ മറഞ്ഞിരിക്കുന്ന തിന്മയുടെ പ്രതീകം. ഇഗ്വാനയെ ഇസ്ലാമായും സ്വപ്നത്തിലെ വലിയ ആൺകുട്ടി ഡേവിഡായും ചീവീട് ക്രിസ്തുമതമായും നബീൽ ചിത്രീകരിച്ചു. ദൈവമേ, എനിക്ക് ഈ സ്വപ്നം കൃത്യമായി വ്യാഖ്യാനിക്കുവാൻ കഴിയാത്തത്ര പ്രതീകാത്മകമാണ്. ഒരു സ്വപ്നത്തെക്കാൾ ചിലപ്പോൾ 3 സ്വപ്നം നൽകിയാൽ അതെല്ലാം ക്രിസ്തുമതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണെങ്കിൽ ഞാൻ തീർച്ചയായും ക്രിസ്ത്യാനിയാകും എന്നായിരുന്നു നബീലിന്റെ അടുത്ത വാഗ്ദാനം. ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയായിരുന്നില്ല നബീൽ വീണ്ടും അടയാളം ചോദിച്ചത്. മറിച്ച്
ജീവിതകാലം മുഴുവൻ നിർണയിക്കുന്ന ഒരു നീക്കം നടത്തുന്നതിന് മുൻപ് അത് ഏറ്റവും ഉറപ്പുള്ളതാക്കുവാൻ വേണ്ടിയായിരുന്നു. വ്യാഖ്യാനിക്കാൻ വേണ്ടി വരാത്ത വിധം വ്യക്തമായ സ്വപ്നങ്ങളായിരുന്നു പിന്നീട് ദൈവം നബീലിന് നൽകിയത്. അതിലൊരു സ്വപ്നം ഇങ്ങനെയായിരുന്നു: ഇടുങ്ങിയ വാതിലിന്റെ പ്രവേശന കവാടത്തിൽ നിൽക്കുകയാണ് നബീൽ. വാതിലല്ല, ഒരു കമാനം മാത്രമായിരുന്നു അത്. അതിനപ്പുറം ഒരു ഹാളും ഉണ്ടായിരുന്നു. അവിടെ ധാരാളം ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ മുൻപിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം വിളമ്പി വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അവർ പ്രധാനപ്പെട്ട ഒരു അതിഥിയെ കാത്തിരിക്കുകയായിരുന്നു. മുറിയുടെ ഒരു മൂലയ്ക്കായി ഡേവിഡിനെ കണ്ടു. അവൻ നബീലിനെ നോക്കുന്നുണ്ടായിരുന്നു. നബീൽ അവനോട് ചോദിച്ചു, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ കരുതി. അപ്പോൾ ഡേവിഡ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: പക്ഷേ ഭക്ഷണം കഴിക്കാമെന്ന് നീ ഇതുവരെയും സമ്മതിച്ചിട്ടില്ലല്ലോ. ഉണർന്നയുടനെ നബീലിന് ഈ സ്വപ്നത്തെ സംബന്ധിച്ചിട്ടുള്ള വ്യാഖ്യാനം ലഭിച്ചു. വിരുന്നുള്ള മുറി സ്വർഗം. ഡേവിഡ് എന്നെ അവിടേക്ക് ക്ഷണിച്ചുവെങ്കിലും മറുപടി നൽകാത്തത് കൊണ്ട് അവിടേക്ക് പ്രവേശനം കിട്ടുന്നില്ല. പക്ഷേ ഇടുങ്ങിയ വാതിൽ എന്താണെന്ന് നബീലിന് മനസ്സിലായില്ല. ഈ സ്വപ്നത്തെക്കുറിച്ച് ഡേവിഡിനോട് പറഞ്ഞപ്പോൾ ഡേവിഡ് സംശയ ലേശമെന്നെ പറഞ്ഞു, അത് സ്വർഗം തന്നെയാണ്. ഇടുങ്ങിയ വാതിലിനെ കുറിച്ചുള്ള വിശദീകരണമായി ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 29 വരെ വായിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അബ്രാഹവും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും. കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിരിക്കും. അപ്പോൾ മുൻപന്മാരാകുന്ന പിൻപന്മാരും പിൻപന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കുമെന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ നബീൽ തളർന്നു. ദൈവം നടത്തുന്ന വിരുന്നിൽ താൻ പങ്കെടുക്കുകയില്ല എന്നാണ് അതിനർത്ഥമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം ഇടുങ്ങിയ വാതിലിന് അടുത്താണ് താൻ നിൽക്കുന്നത്. സത്യം ഗ്രഹിച്ചിട്ടും വീണ്ടും ദൈവത്തോട് അടയാളം ചോദിക്കുന്ന നബീലിനെയാണ് നാം വീണ്ടും കാണുന്നത്. ദൈവമേ, നിനക്ക് നന്ദി, എങ്കിലും നീ എനിക്ക് ഒരു സ്വപ്നം കൂടി കാണിച്ചു തരൂ എന്നായി നബീൽ. അടുത്ത സ്വപ്നം വെളുത്ത പടിക്കെട്ടുകളുടെ ആദ്യ പടിയിൽ താൻ ഇരിക്കുന്നതായിട്ടാണ് നബീൽ കണ്ടത്. അതേക്കുറിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മുറിയിൽ പച്ചപ്പരവതാനി വിരിച്ചിരിക്കുന്നു. ആളുകൾ തറയിൽ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഞാൻ ആദ്യത്തെ പടിയിലാണ്. ഇതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. എന്റെ ഇടതുവശത്തുള്ള ഭാഗത്ത് ആളുകൾ നിറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതും പടിക്കെട്ടുകളുടെ ഇടതുവശത്താണ്. മുറിയുടെ വലതുവശത്ത് ഒന്നും നടക്കുന്നില്ല. മുറി ക്രമേണ നിറയുമ്പോൾ ഇമാം എന്റെ പിന്നിലും എന്റെ ഇടതുവശത്തും തറയിൽ ഇരിക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്ന അദ്ദേഹം മറ്റുള്ളവരെ പോലെ തന്നെ നോക്കുന്നു. അദ്ദേഹം പ്രഭാഷകനാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിനാലും അദ്ദേഹം ഒരു വിശുദ്ധ മനുഷ്യനും ഇമാമും ആയതിനാലും അദ്ദേഹം എന്റെ പിന്നിൽ നിലത്ത് ഇരിക്കുന്നത് കണ്ട് എനിക്ക് അത്ഭുതവും ആശയക്കുഴപ്പവും തോന്നി. ബഹുമാന സൂചകമായി ഞാൻ പടികളിൽ നിന്ന് ഇറങ്ങി അദ്ദേഹത്തിന്റെ പിന്നിൽ ഇരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് ഈ പടികളിൽ നിന്ന് ഇറങ്ങുവാൻ കഴിയുന്നില്ല. ഒരു അദൃശ്യ ശക്തി എന്നെ പടികളിൽ പിടിച്ചു നിർത്തുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഒരു ആശയക്കുഴപ്പത്തോടെയാണ് സ്വപ്നം അവസാനിച്ചത്. കാരണം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും എന്താണ് കാത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നബീലിന് ലഭിച്ച സ്വപ്ന പരമ്പരകളുടെ അവസാന ഭാഗമായിരുന്നു അത്. ആ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചപ്പോൾ തന്നെ ക്രിസ്തു ക്ഷണിക്കുന്നുവെന്ന് തന്നെ അദ്ദേഹത്തിന് പിന്നെയും മനസ്സിലായി. എന്നാൽ ആ വിളിക്ക് കീഴടങ്ങുവാൻ അപ്പോഴും നബീൽ തയ്യാറായില്ല. ഒളിച്ചും പാത്തും വീണ്ടും ദൈവവുമായുള്ള നബീലിന്റെ കളി തുടരുകയായിരുന്നു. വളരെ അസ്വസ്ഥമായിരുന്നു അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ. രാത്രികളിൽ അദ്ദേഹത്തിന് ഉറക്കം നഷ്ടപ്പെട്ടു. ഉറക്കം എന്നെ പിടികൂടുവാൻ ലജ്ജിച്ചു എന്നായിരുന്നു അതേക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഓർമ്മകൾ. വളരെ കാലം പിന്നെയും ദൈവത്തെ നിഷേധിച്ച് നബീൽ കടന്നുപോയി. പിന്നെ ഒരു ദിവസം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-33 തിരുവചനങ്ങൾ കാണുന്നതുവരെ ആ ഒളിച്ചുകളി തുടർന്നു. എന്നാൽ അതേ ദിവസം പ്രസ്തുത തിരുവചനം കണ്ടെത്തിയതോടെ നബീലിന്റെ ജീവിതം തിരുത്തി എഴുതപ്പെടുകയായിരുന്നു. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. അത് തനിക്ക് നേരെയുള്ള അന്തിമ താക്കീതായി നബീലിന് തോന്നി. ആ നിമിഷം നബീൽ ദൈവത്തിന് മുൻപിൽ കീഴടങ്ങി. യേശു ക്രിസ്തുവേ, അങ്ങ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവാണെന്നും എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാനാണ് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നതെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞാനൊരു പാപിയാണ്.
എനിക്ക് മോചനത്തിനായി നിന്നെ ആവശ്യമുണ്ട്. ക്രിസ്തുവെ, ഞാൻ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. അതോടെ അശാന്തവും അസ്വസ്ഥവുമായ രാത്രികൾ നബീലിനെ വിട്ടുപോയി. വരാനിരിക്കുന്ന രാത്രികളെല്ലാം പിന്നെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയുമായി. ഒരു ദിവസം അദ്ദേഹം ഖുറാനും പരിശുദ്ധ ബൈബിളും തന്റെ മുൻപിൽ വെച്ചു. ഖുറാനിലേക്കാണ് ആദ്യം നോക്കിയത്. പിന്നീട് പരിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. വിലപിക്കുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടും എന്ന തിരുവചനം അദ്ദേഹത്തിന് നൽകിയ ആശ്വാസം നിസ്സീമമായിരുന്നു. ആ ആശ്വാസം തുടർന്ന് പരിശുദ്ധ ബൈബിൾ മുഴുവനായും വായിച്ച് ധ്യാനിക്കുന്നതിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുചെന്നത്. നബീലിന്റെ മതപരിവർത്തനത്തെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം പഴയതുപോലെ ആയില്ല. നബീൽ കാണുമ്പോഴെല്ലാം അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീർ വരും. സംസാരിക്കുമ്പോഴെല്ലാം അവരുടെ ശബ്ദത്തിൽ ഒരു വിറയൽ ഉണ്ടാകും. ഉറക്കത്തിലും ഉണർന്നിരിക്കുമ്പോഴും അവരുടെ മുഖത്ത് തികഞ്ഞ നിരാശയായിരുന്നു. തന്റെ അമ്മയെപ്പോലെ മക്കളോട് അർപ്പണ ബോധമുള്ള ഒരു അമ്മയെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നാണ് നബീൽ പറയുന്നത്. ഞാൻ അമ്മയ്ക്ക് എന്ത് മറുപടി നൽകും? അമ്മയുടെ മനസ്സിൽ പതിറ്റാണ്ടുകളുടെ വൈകാരികവും ശാരീരികവുമായ നിക്ഷേപം. അവൾ നിലകൊള്ളുന്ന എല്ലാത്തിനും തികച്ചും വിരുദ്ധമായ വീക്ഷണങ്ങൾ മകൻ സ്വീകരിച്ചു എന്നത് എങ്ങനെ ഉൾക്കൊള്ളാനാകും? 24 വർഷത്തെ US മിലിറ്ററിയിൽ സേവനം ചെയ്ത സ്നേഹനിധിയും സൗമ്യനും വിശാലഹൃദയനുമായ അദ്ദേഹത്തിന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമായി തകർന്ന് തരിപ്പണമായിരിക്കുന്നതും നബീൽ കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് വീഴുന്നത് കണ്ട കണ്ണുനീരിന് താൻ കാരണക്കാരനായി എന്നത് നബീലിന് മാനുഷികമായി സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല. പിതൃഹത്യ പോലെയാണ് തനിക്ക് അത് അനുഭവപ്പെട്ടതെന്ന് നബീൽ പറയുന്നു. തന്റെ കുടുംബത്തെ ഇത്രയധികം വേദനിപ്പിക്കേണ്ടി വന്നതും മറ്റാരേക്കാളും തന്നെ സ്നേഹിച്ച അവരെ പ്രായോഗികമായി ഒഴിവാക്കേണ്ടി വന്നതും മകനെന്ന നിലയിൽ നബീലിന് സഹിക്കാനാവുന്ന കാര്യമായിരുന്നില്ല. ഇത്തരം വേദനകളിലൂടെ കടന്നുപോകുന്ന അവസരങ്ങളിൽ തന്റെ ജീവൻ എടുത്തുകൊള്ളുവാൻ താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക വരെ ചെയ്തിട്ടുണ്ടെന്ന് നബീൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്കും നബീലിന് ധൈര്യം നൽകിയത് വചനമായിരുന്നു. എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും എന്ന മാർക്കോസ് സുവിശേഷത്തിന്റെ 10-ാം അധ്യായം 29 മുതൽ 30 വരെയുള്ള തിരുവചനമായിരുന്നു അത്. സ്വന്തം ശക്തിയാലല്ല താൻ പോരാടിയതെന്ന് നബീൽ ഖുറേഷി പറയുന്നുണ്ട്. തനിക്ക് ലഭിച്ച സമ്മാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തനിക്കുണ്ടായ സ്വപ്നങ്ങളും ദർശനങ്ങളും വളരെ നിസാരമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ സജീവമായ ഒരു പങ്ക് വഹിക്കുകയായിരുന്നു. ഞാൻ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചപ്പോൾ യേശു തന്റെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്ത അതേ ആത്മാവിനെയാണ് എനിക്കും ലഭിച്ചത്. എന്തു തന്നെ സംഭവിച്ചാലും ദൈവത്തിന്റെ ആത്മാവിനാൽ അതിനെയെല്ലാം നേരിടുവാനുള്ള കരുത്തും ശക്തിയും നബീൽ നേടിയിരുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം എന്ന തിരുവചനം, ഈ തിരുവചനത്തിൽ നബീൽ ഉറച്ച് വിശ്വസിച്ചിരുന്നു. ലോകത്തിൽ ഞെരുക്കമുണ്ടാകുമ്പോഴും ധൈര്യമായിരിക്കുവിനെന്ന ക്രിസ്തുവിന്റെ വാക്കുകളാണ് നബീലിനെ ധൈര്യപ്പെടുത്തിയത്. അമേരിക്കയിലെ ഈസ്റ്റേൺ വെർജീനിയ മെഡിക്കൽ സ്കൂളിൽ നിന്ന് MD പൂർത്തിയാക്കിയെങ്കിലും മെഡിക്കൽ വൃത്തിയിൽ പൂർണ്ണ സമയം ചെലവഴിക്കുന്നതിന് പകരം ക്രൈസ്തവ പ്രഘോഷണവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനായിരുന്നു നബീൽ ഖുറേഷി താല്പര്യപ്പെട്ടത്. ബിയോള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അപ്പോളജറ്റിക്സിൽ MAയും ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലിജനിൽ MAയും യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ നിന്ന് യുദായിസവും ക്രിസ്തീയതയും എന്ന വിഷയത്തിൽ MPhilഉം അദ്ദേഹം നേടിയിരുന്നു. 2016-ലാണ് നബീലിന് ഉദരത്തിൽ ക്യാൻസർ കണ്ടെത്തിയത്. 1 വർഷത്തോളം അദ്ദേഹം രോഗവുമായി പോരാടി. ഒടുവിൽ 2017 സെപ്റ്റംബർ 16-ന് അദ്ദേഹം 34-ാം വയസ്സിൽ അന്തരിച്ചു. ക്യാൻസറുമായി പോരാടിയപ്പോഴും അദ്ദേഹത്തിന് സത്യദൈവത്തിലുള്ള വിശ്വാസവും ശിഥിലമായില്ല. യേശുവിൽ കണ്ണുകൾ ഉറപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം രോഗകാലത്ത് കടന്നുപോയത്. ക്രിസ്തുവിലുള്ളവർക്ക് മരണവും ക്യാൻസറും ജീവിതത്തിന്റെ അവസാനമല്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ക്യാൻസർ രോഗം അതിന്റെ മൂർധന്യത്തിൽ എത്തിയിരിക്കുന്ന അവസരത്തിൽ 2016-ൽ ബയോള സർവകലാശാലയിലെ ഒരു ബിരുദദാന പ്രസംഗത്തിനായി ക്ഷണിക്കപ്പെട്ടപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അത് വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം
4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളായിരുന്നു. ദൈവത്തിന്റെ മുൻപാകെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുൻപാകെയും അവന്റെ ആഗമനത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ ഞാൻ നിന്നെ ഇപ്രകാരം ചുമതലപ്പെടുത്തുന്നു. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശ്വാസിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുക. ക്ഷമ കൈവിടാതിരിക്കുകയും പ്രബോധനത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ജനങ്ങൾ ഉത്തമമായ പ്രബോധനങ്ങളിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. നീയാകട്ടെ എല്ലാ കാര്യങ്ങളിലും സമചിത്തത പാലിക്കുക. കഷ്ടതകൾ സഹിക്കുകയും സുവിശേഷകന്റെ ജോലി ചെയ്യുകയും നിന്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്യുക. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എന്റെ വേർപാടിന്റെ സമയം സമാഗതമായി. ഞാൻ നന്നായി പൊരുതി എന്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. My doctor said to me that I have a 4% chance of surviving. And I said to him, you don't know our God. ദൈവം തനിക്കായി ഏൽപ്പിച്ച ശുശ്രൂഷകൾ നബീൽ ഖുറേഷി നിറവേറ്റിയാണ് കടന്നുപോയത്. അദ്ദേഹം ഇപ്പോൾ തന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കേവലം മതപരിവർത്തനമായി നബീൽ ഖുറേഷിയുടെ ജീവിതത്തെ നമുക്ക് വിലയിരുത്താനാവില്ല. അതിനപ്പുറം അതൊരു സത്യാന്വേഷിയായ ചെറുപ്പക്കാരന്റെ ജീവിതം കൂടിയായിരുന്നു. സത്യാന്വേഷണത്തിനായി പലതും നഷ്ടപ്പെടുത്തുകയും പല ത്യാഗങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോവുകയും ചെയ്ത ഒരു സത്യാന്വേഷിയുടെ ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് വർഷങ്ങൾ പിന്നിട്ടിട്ടും നബീൽ ഖുറേഷി ചരിത്രത്തിൽ സജീവമായി നിലനിൽക്കുന്നത്. കാരണം സത്യാന്വേഷകർക്ക് മരണമില്ല. ക്രിസ്തുമതം സത്യമാണെന്നും മനുഷ്യർ നിത്യതയ്ക്കായി ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവെന്നതുമായ വിശ്വാസമാണ് നബീലിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിച്ചത്. നബീൽ ഖുറേഷിയുടെ ഒരു കത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രിയ അന്വേഷകനെ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് ഞാൻ ചെയ്തതുപോലെ അവനെ അന്വേഷിക്കുവാനും നിങ്ങളുടെ നിലവിലെ ജീവിതം അവിടത്തേക്ക് സമർപ്പിക്കാനുമാണ്. അവൻ അവിടെയുണ്ട്. നിങ്ങളോടൊപ്പം നടക്കുവാൻ, നിങ്ങൾ അവന്റെ അടുക്കിലേക്ക് വരുന്നതിനായി അവൻ കാത്തിരിക്കുന്നു. എന്റെ പരിവർത്തനത്തിന് ശേഷം ദൈവം എന്നെ പൂർണ്ണമായും നിറച്ചു. അവന്റെ വഴികളിൽ എന്നെ നയിച്ചു. അവൻ എന്റെ ജീവിതം മാറ്റി. നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ, അവനെ അനുവദിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതം മാറ്റുവാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണെന്ന് ഉറപ്പാക്കുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, അത് സംഭവിക്കും. കാരണം യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കും. നബീൽ ഖുറേഷിയുടെ ഈ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള നമ്മുടെ യാത്രയ്ക്ക് ഇവിടെ തുടക്കം കുറിക്കാം. മറ്റൊരു അത്ഭുത മാനസാന്തര കഥയുമായി നമുക്ക് അടുത്തയാഴ്ച കണ്ടുമുട്ടാം.